എല്ലാ കാലത്തും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിവാദ വിഷയമാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ടല്ലോ. അത് ഈ പൗരത്വം ഈ രാഹുൽ ഗാന്ധി ബ്രിട്ടൻ പൗരൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധിയാണല്ലോ രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത്. അതെ, പ്രതിസന്ധിയാണ് ആ വിഷയം. ഇപ്പോൾ രാഹുൽ ബ്രിട്ടീഷ് പൗരനാണോ അല്ലയോ, ഈ ഇരട്ട പൗരത്വം ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ ഇപ്പോഴും അവ്യക്തമാണ്. പണ്ട് അലഹബാദ് പണ്ട് കുറച്ചു നാൾ മുമ്പ് ഇറ്റലിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വിമർശനം. ഇറ്റാലിയൻ പൗരത്വം രാഹുലിനുണ്ട്. അതായത് അലഹബാദ് ഹൈക്കോടതിയിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. രാഹുലിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടും രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഹർജി വന്നിരിക്കുന്നത്. ഹർജിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം തേടി കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ റിപ്പോർട്ട് കോടതിയിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായത് കാരണം നമുക്കത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. കാരണം കോടതി അതൊരു പുറത്ത് വിട്ട് കഴിയുമ്പോൾ മാത്രമാണ് അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആകുന്നത്. അതുവരെ അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് UK പൗരത്വമുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെയും ഉയർന്നിട്ടുണ്ട്. അദ്ദേഹം അവിടെ വിദ്യാഭ്യാസം ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹത്തിന് UK പൗരത്വം ലഭിച്ചിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ അതിനു മുമ്പ് വന്നൊരു ആരോപണമാണ് ഇറ്റാലിയൻ പൗരത്വം. ഈ ഇറ്റലിയിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇറ്റലിയിൽ പൗരത്വമുള്ള ഒരാളിന് ഒരു വിദേശ രാജ്യത്തും പൗരത്വം എടുക്കാം. അപ്പം ഇന്ത്യയിൽ പൗരത്വമുള്ള ഒരാളിനും മറ്റൊരു വിദേശ രാജ്യ പൗരത്വം സൂക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം, രാജീവ് ഗാന്ധി വിവാഹം കഴിക്കുമ്പോൾ സോണിയാഗാന്ധി ഇറ്റാലിയൻ പൗരയാണ്. അവർ പിന്നീട് ഇന്ത്യയിൽ വന്ന് നിരവധി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ ഇന്ത്യൻ പൗരത്വം എടുത്തത്. അതുവരെ അവർ ഇറ്റാലിയൻ പൗരയായിട്ട് തുടരുകയായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, ഒരു ഇന്ത്യക്കാരന് ഒരു ഇറ്റാലിയൻ പൗരത്വമുള്ള ഒരു സ്ത്രീയിൽ ജനിച്ച മക്കളുടെ പൗരത്വം ഏതായിരിക്കും? അച്ഛൻ്റെ പൗരത്വമാണോ അമ്മയുടെ പൗരത്വമാണോ ഇവർ തുടരുക എന്നുള്ളത് ഒരു വിഷയമാണ്. ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ ജനിക്കുന്ന ഒരാൾ പറയുന്ന പോലെ അച്ഛൻ്റെ പൗരത്വം തുടരാനുള്ള, നമുക്ക് അച്ഛൻ്റെ മതമാണല്ലോ ഔദ്യോഗിക മതമായിട്ട്, മകൻ്റെയോ മകളുടെയോ ഒക്കെ മതമായിട്ട് എടുക്കുന്നത് അച്ഛൻ്റെ മതമാണ്. അപ്പോൾ അതിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അമ്മയുടെ മതവും പരിഗണിക്കണം എന്നുള്ള ആവശ്യം വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ ഈ പൗരത്വത്തിൻ്റെ കാര്യത്തിലും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ രാഹുലിനെ പറഞ്ഞതുപോലെ ഇറ്റാലിയൻ പൗരത്വമുണ്ട്, ഇറ്റാലിയൻ പാസ്പോർട്ടുണ്ട് എന്നൊക്കെയാണ് അന്ന് ഉയർന്ന ആരോപണം. ഇപ്പോഴിതാ ഈ അലഹബാദ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന കേസിലും രാഹുലിന് UK പാസ്പോർട്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് മാത്രമേ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളൂ. ആ അന്വേഷണ റിപ്പോർട്ടിന് അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് മാറിയിട്ടില്ല. അത് കോടതി പുറത്തുവിടുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്, അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. കാരണം ഇതിൻ്റെ പല കാര്യങ്ങളും വ്യക്തമാക്കാൻ സോണിയ കുടുംബം തയ്യാറാകുന്നില്ല. അവർക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ ഇത് കല്ലും നെല്ലും തിരിക്കാം. എനിക്ക് ഇന്ത്യൻ പൗരത്വം മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്ന് രാഹുൽ പരസ്യമായിട്ട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ഇതിനകത്ത് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ രാഹുൽ പറയുന്നില്ല, അല്ലെങ്കിൽ പരസ്യമായ ഒരു വെളിപ്പെടുത്തൽ ഇക്കാര്യത്തിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം വലിയ രീതിയിൽ രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ, പ്രത്യേകിച്ചും BJPക്കാർ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. പണ്ട് ഈ സോണിയ പ്രതിപക്ഷ നേതാവായിട്ട് കടന്നു വന്നപ്പോൾ തന്നെ അന്ന് അതാണ് ഈ എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി എല്ലാ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതാണ്. ഒരു ചെറിയ കാര്യം വന്നാൽ തന്നെ പ്രതികരിക്കും. അതെ, നാം കണ്ടിരുന്നു ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ചോദ്യം വരെ ഈ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അസീം മുനീറിനേക്കാൾ തീവ്രമായ ഭാഷയിലാണ് രാഹുൽ ചോദിച്ചുകൊണ്ടിരുന്നത്. അല്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ വലിയ രീതിയിൽ വായ് മൂടിക്കെട്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ചൈനീസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മൗനത്തിലായിരിക്കും. ഈ സോറോസുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചോദിക്കുമ്പോൾ, ആ വിവാദം ചോദിക്കുമ്പോൾ ഇദ്ദേഹം മൗനത്തിലാണ്. ഇപ്പോൾ ഈ പൗരത്വ വിവാദം ചോദിക്കുമ്പോഴും മൗനത്തിലാണ്. എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധി ഓടി ഒളിക്കില്ല? അത് രാഹുൽ മാത്രമല്ല, കോൺഗ്രസ് മൊത്തത്തിൽ ഓടി ഒളിച്ചിരിക്കുകയാണ്. പിന്നോണ്ടല്ല വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ദുരൂഹത ഏറുന്നത്. ഈ വിദേശ യാത്രകൾ ഇപ്പോൾ കുറച്ചുനാൾ അവിടെ ഇന്ത്യയിൽ കാണും, കുറച്ചുനാൾ എവിടെയാണെന്ന്. കഴിഞ്ഞ ആഴ്ച രാഹുലിനെ ബഹ്റിനിൽ കണ്ടു. ബഹ്റിൻ എയർപോർട്ടിൽ രാഹുൽ പാസ്പോർട്ടുമായിട്ട് നിൽക്കുന്ന
ചിത്രങ്ങൾ, വീഡിയോ ഒക്കെ പുറത്തു വന്നു. അതിനെക്കുറിച്ച് ഒരു അക്ഷരം കോൺഗ്രസ്സുകാരും മിണ്ടുന്നില്ല. ഈ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയാൽ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ. രാഹുലിന് ബഹ്റിനിൽ പോവാം, അമേരിക്കയിൽ പോവാം, സോറോസിനെ കാണാം, ആരെയും കാണാം, ഏത് രാജ്യത്തും പോവാം. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണല്ലോ പോകുന്നത്. അല്ലാതെ രാഹുൽ ഒളിച്ചു ചെല്ലുകയല്ലല്ലോ അവിടെ ഒളിച്ചവിടെ ആ രാജ്യത്ത് നുഴഞ്ഞു കയറുകയല്ലല്ലോ ചെയ്തത്. പിന്നെ എന്തിനാണ് ഇതിനകത്ത് ഈ ഒളിച്ചുകളി? ഈ ചോദ്യത്തിനാണ് അവർ ഉത്തരം പറയേണ്ടത്. അതിൽ കുറച്ച് നാൾ മുൻപുണ്ടായിരുന്നല്ലോ ഒരു മാസം മുൻപായിരുന്നു മറ്റൊരു വിവാദം. രാഹുൽ ഗാന്ധിയെ കാണാനില്ലെന്ന് BJP നേതാക്കൾ പറയുകയും പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിലുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ മകളുമായി ബന്ധപ്പെട്ട എന്തോ ഡിഗ്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനായി അദ്ദേഹം അതിന്റെ കോൺവെക്കേഷൻ പങ്കെടുക്കാൻ പോയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ അതിലൊന്നും ആർക്കും രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ഈ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഇത് ഒളിച്ചു വെക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോഴാണ് ഈ ഒളിച്ചുകളി നടത്തുമ്പോഴാണ് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത്. ഇപ്പോൾ BJPയുടെ വാദങ്ങളിൽ എവിടെയോ ഒരു ശരിയുണ്ട് എന്ന് തോന്നുന്നത് അവിടെയാണ്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പിന്നെ വളരെ താല്പര്യപൂർവ്വം അവർ അന്വേഷിക്കും. ഇത് മാത്രമല്ല, ഈ ബഹ്റിനിലെ പോക്ക് മാത്രമല്ല, അതിനു മുമ്പ് ലണ്ടനിൽ, അതിനു മുമ്പ് ചൈനയിൽ പോയത്, സോറോസിനെ കാണാൻ പോയത്. സോറോസ് രാഹുലിൻ്റെ ബന്ധുവാണ് എന്ന് പോലും ആക്ഷേപം ഉയർന്നു. അങ്ങനെയൊക്കെ പോലും ആരോപണങ്ങൾ വന്നു. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? പക്ഷേ ഈ ഒളിച്ചുകളി എന്തിനാണ്? ആ ചോദ്യത്തിന് ഉത്തരം സോണിയ കുടുംബത്തിലെ ഒരംഗവും പറയുന്നില്ല. ഈ എന്തിനും ഏതിനും വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആളാണ് റോബർട്ട് വാദ്ര. ഞങ്ങളെ വേട്ടയാടുന്നു, ഞങ്ങളെ ക്രൂശിക്കുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നു, വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല, ED ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും റെയ്ഡ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് റോബർട്ട് വാദ്ര വലിയ ബഹളം ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷേ റോബർട്ട് വാദ്ര ഈ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. എൻ്റെ അളിയൻ എവിടെ പോയി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു മറുപടിയുമില്ല. ഇതൊക്കെയാണ് ഇതിലെ വിഷയം. അപ്പോൾ അതുപോലെ ഈ ഇറ്റാലിയൻ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് ഈ BJP വാജ്പേയി ഭരിക്കുന്ന കാലത്ത് സോണിയ പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ, കോൺഗ്രസ് AICC പ്രസിഡൻ്റായിട്ട് വന്ന സമയത്തൊക്കെ ഈ വിദേശി ബഹു, വിദേശീയ മരുമകൾ എന്നുള്ള പ്രയോഗം BJPയിലെ ചില നേതാക്കളൊക്കെ നടത്തി. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ AB വാജ്പേയിയും LK അദ്വാനിയും ഇടപെട്ട് അത് തിരുത്തി. അവർ പറഞ്ഞു, അങ്ങനെ ആ പ്രശ്നം ഇനി ഉന്നയിക്കരുത്. അവർ ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം എടുത്തിരിക്കുന്നു, ഇപ്പോൾ അവരുടെ ഒരു ഇന്ത്യൻ സിറ്റിസണാണ്. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ മര്യാദ കാണിക്കണം, അനാവശ്യമായിട്ട് അത് ഉപയോഗിക്കരുത്, അത് ഉന്നയിക്കരുത് എന്ന് അന്ന് എനിക്ക് തോന്നുന്നു 99-2000 കാലത്തൊക്കെയാണ് ഞാൻ ആ വാർത്ത പത്രങ്ങളിൽ അന്നത് വാർത്തയായിട്ട് വന്നത്. അപ്പോൾ BJP അവിടെ ഒരു വലിയ രാഷ്ട്രീയ മര്യാദ കാണിച്ചു അന്ന് ആ കാലത്ത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മലയാള പത്രങ്ങളിലൊക്കെ ആ വാർത്ത വന്നിരുന്നു. വിദേശി ബഹു, ഇനി ആ പ്രയോഗം വേണ്ട, അത് പറഞ്ഞു വിലക്കി. അണികളെ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള നേതാക്കളെയൊക്കെ BJP അത് പറഞ്ഞു വിലക്കി എന്ന് പറഞ്ഞ് അന്ന്. കാരണം സോണിയ പൗരത്വം, ഇന്ത്യൻ പൗരത്വം അവർക്ക് ലഭിച്ചു, അവരതിനെ അപ്ലൈ ചെയ്തു, അത് ലഭിച്ചു, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി, അത് ലഭിച്ചു. ഇവിടെ അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ രാഹുലുമായി ബന്ധപ്പെട്ട് ഈ ഇരട്ട പൗരത്വം ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. അതിപ്പോൾ അന്വേഷണമൊക്കെ നടത്തി കേന്ദ്ര സർക്കാർ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കോടതിയിലെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ സോണിയ കുടുംബം മൗനം വെടിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അവർക്ക് ഇത് ഒരു വെറും രാഷ്ട്രീയ ആരോപണമാണ്, ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ്, ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഞങ്ങളുടെ ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരേണ്ടതാണ്. പക്ഷെ അതവർ ചെയ്യുന്നില്ല. ആ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഈ വിഷയം കൂടുതൽ കൂടുതൽ സങ്കീർണമായിട്ട് കെട്ടുപിണഞ്ഞ് വലിയ ദുരൂഹതകൾ ഇതിൽ ഉരുണ്ടുകൂടിക്കൊണ്ടേയിരിക്കും. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ പേര് റൗൾ വിൻസി എന്നാണ് എന്ന് പറഞ്ഞ്, അതുപോലെ പ്രിയങ്കയുടെ ബിയാങ്ക എന്നാണെന്നൊക്കെ പറഞ്ഞ്, ഇറ്റാലിയൻ പേരുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുള്ള ആക്ഷേപവും മുമ്പ് തന്നെ ഉയർന്നതാണ്. ഈ റൗൾ വിൻസി എന്നുള്ള പേരിലാണ് അത്രേ രാഹുൽ പിന്നെ ലണ്ടനിൽ പഠിക്കാൻ പോയത്, അവിടെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചത്, കോളേജുകളിൽ പഠിച്ചത് ഈ പേരിലാണ് എന്നുള്ള ഒരാക്ഷേപവും മുമ്പ് തന്നെ ഉയർന്നിരുന്നു. ആ റൗൾ വിൻസി എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ടിൽ രാഹുൽ ഗാന്ധിയും മറ്റേ വേറൊരു ഇറ്റാലിയൻ പാസ്പോർട്ടിൽ റൗൾ വിൻസി എന്നുള്ള പേരുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണങ്ങൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ശക്തമായ കാലത്ത് ഇതെല്ലാം വീണ്ടും പൊടിതട്ടിയെടുത്തു.
ഇതിനെല്ലാം വീണ്ടും വലിയ മൈലേജ് ഉണ്ടായി. ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കല്ലും നെല്ലും തിരിയേണ്ടതുണ്ട്. അതുവരെ ഇതിൽ ദുരൂഹത തുടരും. എന്തായാലും കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി വൈകാതെ തന്നെ കോടതിയിൽ നിന്ന് ഇതിൻ്റെ ഒരു ശരിയായ നിഗമനം, ഒരു ഉത്തരം ജനങ്ങൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.